ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമുക്കിന്ന് പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് ഉണ്ട്. സോ എന്തായാലും പോയിട്ട് എന്താണെന്നുള്ളത് അവിടെ വെച്ചിട്ട് കാണിച്ചു. സോ ഗൈസ്, നമ്മളങ്ങനെ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്ങിന് വന്നിരിക്കുകയാണ്. സോ നമുക്ക് ആദ്യത്തെ സെഷൻ ഒരു മാമാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. സോ ഇംഗ്ലീഷ് വെർബും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിന് ശേഷം നമ്മൾ മെസ്സിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് നമ്മൾ അടിപൊളി ചിക്കൻ കറിയും കൂട്ടിയാണ് നമ്മളിന്ന് കഴിക്കുന്നത്. സോ അബിയും വിക്കിയും ഉണ്ട് നമ്മുടെ കൂടെ. അതിന് ശേഷം നമുക്ക് ആഫ്റ്റർനൂൺ സെഷൻ നമുക്ക് എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് കുറിച്ചായിരുന്നു. സോ ഗൈസ്, നമ്മുടെ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്ങിന് ശേഷം നമ്മുടെ ഡീൻ സാർ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലേറ്റായി പോയി ഗൈസ്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്നാക്സ് കഴിക്കാൻ പറ്റില്ല. ഒന്ന് സ്വീറ്റ് കോണായിരുന്നു അതുവരെ. നമുക്ക് 2 പ്ലേറ്റ് സ്വീറ്റ് കോണൊക്കെ കഴിക്കാനുള്ളതായിരുന്നു. അതും ഡീൻ സാർ കാര്യം നശിപ്പിച്ചു ഗൈസ്. വെറുതെ വളവള സംസാരിച്ച് സമയം കളഞ്ഞു ഗൈസ്. വലിയ ഉപകാരമൊന്നും ഉണ്ടായിരുന്നില്ല സംസാരിച്ചിട്ടും. അപ്പോൾ അങ്ങനെ അതിന് ശേഷം പിന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ ലേറ്റായി. സോ ഇന്നത്തെ വ്ളോഗിൽ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ മിഞ്ഞാന്നായിട്ട് 2 സിനിമകൾ കണ്ടു. അവന് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഓഫീസർ ഓൺ ഡ്യൂട്ടി. സോ ഓഫീസർ ഓൺ ഡ്യൂട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം അടിപൊളിയാണ്. ഒരു പ്രത്യേക തരം ട്രാക്കിലൂടെയാണ് പടം പോകുന്നത്. പിന്നെ അതിൽ ജാക്കബോബിനെക്കാട്ടും കൂടുതൽ ബാക്കി അഭിനയിച്ചിട്ടുള്ള നായർ വൈശാഖും പിന്നെ ബാക്കി പുതിയ താരങ്ങളൊക്കെ സീനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരങ്ങോട്ട് ജീവിച്ചിരിക്കുന്ന പോലെയാണ് അഭിനയിച്ചിരിക്കുന്നത്. സംഭവം സെറ്റാണ്. സോ നല്ലൊരു അടിപൊളി ഒരു ത്രില്ലർ പടമായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര സംഭവം ഒന്നല്ല, ബട്ട് ഇറ്റ്സ് എ ന്യൂ ടൈപ്പ് ഓഫ് ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കണ്ടത് പൊന്മാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബേസിക് ജോസഫിൻ്റെ ഒരു കിടിലൻ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. സോ പടം ചുമ്മാ തീയാണ്. പുള്ളിയുടെ ഒരു കൂടെ നമ്മൾ അലിഞ്ഞു ചേരുന്ന പോലെയാണ്. ഞാൻ പടം കാണാൻ തുടങ്ങിയിട്ട് പടം തീരാറായി ക്ലൈമാക്സിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മൗസ് എനിക്ക് നോക്കിയപ്പോൾ എൻ്റെ മോനെ പടം തീരാറായോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സോ അതുപോലെ നല്ല എൻഗേജിങ് ആയിട്ട് നമ്മൾ പുള്ളിയുടെ കൂടെ തന്നെ ആ ഒരു ജേർണിയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ പുള്ളിയുടെ ഒരു പുള്ളിയുടെ മൈൻഡ് സെറ്റ് നമ്മുടെ മൈൻഡ് സെറ്റ് ഒരേപോലത്തെ മൈൻഡ് സെറ്റാവും. എങ്ങനെയെങ്കിലും ആ ഒരു സംഭവമൊക്കെ നടത്തിയെടുക്കണം എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. സോ ഇതാണ് ഞാൻ കണ്ട 2 സിനിമകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നാളെ നമ്മൾ എമ്പുരാൻ കാണാൻ പോകുന്നതായിരിക്കും. സോ അതിൻ്റെ കാഴ്ചകൾ നാളെ കാണിച്ചു തരാം. സോ അപ്പോൾ ഇത്ര നമ്മുടെ ഇന്നത്തെ വീഡിയോ. 4 വീഡിയോ ബ്ലോഗ് ആയിരുന്നു. എല്ലാവർക്കും